ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അരാജകത്വത്തിലും ഗോത്രപ്പകയിലും യുദ്ധങ്ങളിലും ലഹരിയിലുമൊക്കെ മുങ്ങിക്കിടന്നൊരു സമൂഹത്തെ യഥാർത്ഥ ധാർമ്മികതയിലേക്ക് നയിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. തിന്മകൾ ഏറെ വ്യാപകമായ ഈ കാലത്തും ഏറ്റവും വലിയ സൊല്യൂഷൻ ഖുർആൻ തന്നെയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വമു വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാതി അന്ന ലഹും അജ്റൻ കബീറാ. ഖുർആനിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തെ വാർത്തെടുക്കാൻ 2014 മുതൽ ആരംഭിച്ച സ്കൂൾ ഓഫ് ഖുർആൻ കേരളത്തിനകത്തും പുറത്തുമായി 42 സെന്ററുകളും 3000-ഓളം വിദ്യാർത്ഥികളും 347-ലധികം അധ്യാപകരുമായി എത്തി നിൽക്കുന്ന ഒരു സംരംഭം. ആഴ്ചയിൽ 4 മണിക്കൂറിൽ പകുതിയിലേറെ സമയവും ഖുർആൻ പഠനത്തിനും ഖായിദ നൂറാനിയ പരിശീലനത്തിനുമായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സ്കൂൾ ഓഫ് ഖുർആൻ സംഘടിപ്പിക്കുന്ന മത്സര ഇനങ്ങളിൽ ആകർഷണീയമായ ഒരു ഇനമാണ് തസ്ഫിയ പ്രോഗ്രാമിൻ്റെ ചെറിയ രൂപം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അമാൻ മൻസൂർ തിരൂരങ്ങാടിയിൽ നിന്നും. ഞാൻ ഹംദാൻ പരപ്പനങ്ങാടിയിൽ നിന്നും. ഞങ്ങൾ രണ്ടുപേരും സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ 26 ജുസ് പഠിച്ച അസ്മിയുണ്ട് ഞങ്ങളുടെ കൂടെ. ഞാൻ അസ്മി ജുനൈദ് തളിപ്പറമ്പിൽ നിന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതുപോലെ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ റീജിയണൽ സെൻറ്ററിൽ നിന്നും റെസിഡൻഷ്യൽ സെൻറ്ററിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിക്കൊണ്ട് നമ്മളുടെ കൂടെ ഇവിടെ വലതുഭാഗത്തു നിന്നും അബ്ദുള്ള 2ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന അബ്ദുള്ള 2 ജുസ് മഞ്ചേരിയിൽ നിന്ന് വരുന്നു. അതുപോലെ അമീൻ 5ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന അമീൻ 5 ജുസ് കാരക്കുന്നിൽ നിന്ന് വരുന്നു. മൂന്നാമതായി ഫാദി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാദി 4 ജുസ് തോട്ടശ്ശേരിയിൽ നിന്ന് ഫാദി. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈസ അബ്ദുള്ള 26 ജുസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ചേരിയിൽ നിന്നും അബ്ദുറഹ്മാൻ 6ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന മഞ്ചേരിയിൽ നിന്നുള്ള അബ്ദുറഹ്മാൻ 22 ജുസ് പഠിച്ചിട്ടുണ്ട്. ഫഹീം സി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു 7 ജുസ് കോട്ടക്കൽ നിന്നും. അതുപോലെ ഏറ്റവും അവസാനമായി നാസിം 3ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു 2 ജുസ് ഒതായിൽ നിന്നാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് തസ്ഫിയയുടെ ഒരു രൂപം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. തസ്ഫിയ എന്നാൽ ഒരുപാട് പ്രോഗ്രാമുകൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ സ്കൂൾ ഓഫ് ഖുർആൻ നടത്തി വരുന്നു. അതിലെ ഈ തസ്ഫിയ പ്രോഗ്രാം അത് 4 റൗണ്ടുകളിലായിക്കൊണ്ടാണ് തസ്ഫിയ പ്രോഗ്രാം. അതിൽ 1ാമത്തെ റൗണ്ട് ചോദ്യകർത്താവ് ഒരു ആയത്ത് ഓതുകയും ആ ആയത്തിന് ശേഷമുള്ള 3 ആയത്ത് മത്സരാർത്ഥി ഓതുകയും ചെയ്യുന്നു. അതുപോലെ 2ാമത്തെ റൗണ്ട് ഒരായത്ത് ചോദ്യകർത്താവ് ഓതുകയും ആ ആയത്തിന് ശേഷമുള്ള 3 ആയത്ത് മത്സരാർത്ഥി ഓതുകയും ആ സൂറത്തിൻ്റെ പേര് അത് മത്സരാർത്ഥി പറയുകയും ചെയ്യുന്നു. അതുപോലെ 3ാമത്തെ റൗണ്ട് ഒരു ആയത്ത് ഓതിയാൽ ആ ആയത്ത് ഏത് സൂറത്തിലാണ് ഉൾക്കൊള്ളുന്നത് ആ സൂറത്തിൻ്റെ പേരും അതുപോലെ തന്നെ ആ സൂറത്തിൻ്റെ ആദ്യ വചനവും അവസാന വചനവും മത്സരാർത്ഥി ഓതി കേൾപ്പിക്കുന്നു. ഇതിൽ അവസാനത്തെ റൗണ്ട് മാ ഖബല അഥവാ വൈവിധ്യമാർന്നുകൊണ്ട് ഒരു ആയത്ത് ഓതിയാൽ ആ ആയത്തിന് മുമ്പുള്ള ആയത്ത് മത്സരാർത്ഥി ഓതുന്നു. ഇൻഷാ അല്ലാഹ് ആ ഒരു മത്സരം നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ മത്സരത്തിൻ്റെ നമുക്ക് ആദ്യ റൗണ്ടിൽ നിന്നും തുടങ്ങാം. ഒരായത്ത് ഓതിയാൽ ആ ആയത്തിന് ശേഷമുള്ള 3 ആയത്ത് ഓതുക. ഇൻഷാ അല്ലാഹ് അസ്മി നമുക്ക് ഫാദിൽ നിന്നും തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ചോദ്യം അബ്ദുള്ളയോട് ചോദിക്കാം. അസ്മി.
ബാറക്കല്ലാഹു ഫീക്ക്. അടുത്തതായിക്കൊണ്ട് നമുക്ക് ഫഹീമിനോട് ചോദിക്കാം. أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് ഒന്നാമത്തെ റൗണ്ട്. അടുത്ത റൗണ്ട് ഒരു ആയത്ത് ഓതിയാൽ ആ ആയത്തിന് ശേഷമുള്ള 3 ആയത്ത് ഓതുകയും അതുപോലെ തന്നെ ആ ആയത്ത് ഏത് സൂറത്തിലാണോ ആ സൂറത്തിൻ്റെ പേര് പറയുക. ഇൻഷാ അല്ലാഹ് അതിന് ഒന്നാമത്തെ ചോദ്യം അമീനോട് ചോദിക്കാം. അസ്മി. إن للمتقين عند ربهم جنات النعيم أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون أم لكم كتاب فيه تدرسون. سورة القلم. ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത ചോദ്യം അബ്ദുറഹ്മാനോട്. അബ്ദുറഹ്മാനുള്ള ചോദ്യം. وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا. سورة الجن. ബാറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ചോദ്യം ഈസ അബ്ദുള്ള. ഈസയോടുള്ള ചോദ്യം. وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. سورة القيامة. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് രണ്ടാമത്തെ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് ഒരായത്ത് ഓതിയാൽ ആ ആയത്ത് ഏത് സൂറത്തിലാണോ ആ സൂറത്തിൻ്റെ പേര് പറയുക. അതുപോലെ തന്നെ ആ സൂറത്തിൻ്റെ ആദ്യ വചനവും അവസാന വചനവും ഓതി കേൾപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നാസിമിനോട് ചോദിക്കാം. إن بطش ربك لشديد. سورة البروج. بسم الله الرحمن الرحيم والسماء ذات البروج في لوح محفوظ. ബാറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം ഈസ അബ്ദുള്ളയുടെ ചോദ്യം. ويقولون متى هذا الوعد إن كنتم صادقين. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. ബാറക്കല്ലാഹു ഫീക്ക്. അടുത്തതായിക്കൊണ്ട് ഫഹീമിനോടാണ് ചോദ്യം. ومكروا مكرا كبارا. سورة النوح. بسم الله الرحمن الرحيم. إنا أرسلنا نوحا إلى قومه أن أنذر
قبل أن يأتيهم عذاب أليم رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ 3 റൗണ്ടുകൾ അവസാനിച്ചു. ഇനി നാലാമത്തെ റൗണ്ട് എന്ന് വെച്ചാൽ ഒരായത്ത് ഓതിയാൽ മാ ഖബൽ അഥവാ ആ ആയത്തിൻ്റെ മുൻപുള്ള ആയത്ത് മത്സരാർത്ഥി ഓതുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന് ഒന്നാമത്തെ ചോദ്യം അമീനോട് ചോദിക്കാം. فما لهم عن التذكرة معرضين فما تنفعهم شفاعة الشافعين. ബാറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം അബ്ദുറഹ്മാൻ. إني ظننت أني ملاق حسابيه فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه. ബാറക്കല്ലാഹു ഫീക്ക്. മാഷാ അല്ലാഹ്. അവസാനത്തെ ചോദ്യം ഈ റൗണ്ട് 4 മാ ഖബലിൽ അവസാനത്തെ ചോദ്യം ഇൻഷാ അല്ലാഹ് അബ്ദുള്ളയോട് ചോദിക്കാം. إنا سنلقي عليك قولا ثقيلا أو زد عليه ورتل القرآن ترتيلا. ബാറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ യാത്ര അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ ഈ യാത്രയെ കൂടെ കൂട്ടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും ഇൻഷാ അല്ലാഹ് തൽക്കാലത്തേക്ക് ഞങ്ങൾ വിടവാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.